ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നന്ദു എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നന്ദു, യഥാർത്ഥ പേരല്ല. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീടിനടുത്ത്, അതായത് ഒരു വീടിന് അപ്പുറത്ത്, ഒരു ചേച്ചി കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ചേച്ചിയുടെ പേര് ദീപിക. അവരുടെ സൗന്ദര്യം നാട്ടിൽ പ്രത്യേകം ചർച്ചാ വിഷയമായി. പെണ്ണുങ്ങൾക്ക് അസൂയായിരുന്നു. എടി, നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പെണ്ണ് ഇവളല്ലേ, അവൻ്റെ ഒരു ഭാഗ്യം എന്നുള്ള നിലയ്ക്കും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചുകുട്ടികൾ പോലും അവരെ സാഗൂതം നോക്കുമായിരുന്നു. കാര്യം, ഇത്രയും അഴകളവുകൾ അവർക്ക് എങ്ങനെ വന്നു? ചെഞ്ചൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതാണ്. നല്ല മാതളം പോലുള്ള ചുണ്ടുകൾ, കവിളുകൾ, പിന്നെ കറുകറുത്ത മുടി, അതും നീണ്ടത്. പിന്നെ പറഞ്ഞാൽ പല കാര്യങ്ങളും അവർ സ്ത്രീത്വത്തിൻ്റെ നിറകുടമായി നമുക്ക് ഓർമ്മിക്കേണ്ടി വരും. അത്രയും മനോഹരിയാണ്. അവരുടെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാറുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ അത് ഐശ്വര്യമാണെന്ന് എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും കുശുമ്പ് കുത്തുന്നതാണ്. എങ്കിലും ദീപികയെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദീപിക ചേച്ചി പ്രഖ്യാപിച്ചത്, ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്ന്. അത് കേട്ടതോടുകൂടി പിന്നെ അവിടെ അങ്ങ് തെള്ളായി. ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം കൂടി അവരുടെ വീട്ടിൽ പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് അവർക്ക് 50ഓളം പിള്ളേരെ അവരുടെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പറ്റി. ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി 2 വർഷം കൂടിയിരിക്കുമ്പോഴേ വരൂ എന്നുള്ള അവസ്ഥയാണ്. കാര്യം, അവരുടെ വീട്ടിൽ സാമ്പത്തികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊന്ന് തീർന്നു വരുന്നേ ഉള്ളൂ. അമ്മായിമ്മയ്ക്ക് പക്ഷേ ഇത്രയും പിള്ളേർ വന്നത് ഒട്ടും ഇഷ്ടമായില്ല. ഇനി കൂടുതലൊന്നും വേണ്ട, 50 പേര് തന്നെ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു. പല സെഷനായിട്ടാണ് ട്യൂഷൻ, 8, 9, 10. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു, അടുത്ത വർഷം അങ്ങനെയാണെങ്കിൽ ഞാൻ +1, +2 കൂടെ എടുക്കാം. നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് എൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുതിരുമ്പോൾ വേണമെങ്കിൽ ഞാൻ ഡിഗ്രിയുടെ ക്ലാസ്സും എടുക്കും എന്ന് പറയും. പിന്നീട് പുതിയ ആൾക്കാരെയൊന്നും പുള്ളിക്കാരി സ്വീകരിച്ചില്ല. എൻ്റെ അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളുടെ വീടിന് ചുറ്റും പുള്ളി കുറേയധികം മാവുകളും പ്ലാവുകളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മാഡം, എല്ലാ സീസണിലും ചക്കയും മാങ്ങയും കിട്ടും. അതുകൊണ്ട് തന്നെ പലർക്കും ഞങ്ങളുടെ അമ്മയോട് നല്ല സൗഹൃദമുണ്ട്. എങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ചക്കയും മാങ്ങയും കിട്ടുക. അമ്മയാണെങ്കിൽ അത്യാവശ്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യും. ദീപിക ചേച്ചിക്ക് വന്നപ്പോൾ മുതൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ ചേച്ചി ചോദിക്കും, അയ്യോ ചേച്ചി, ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലല്ലോ, ചക്കയുടെ സീസൺ ആണല്ലോ. ഓ, എന്ത് ചെയ്യാനാ, ചേട്ടനാണെങ്കിൽ ഇഷ്ടംപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചക്കയും മാങ്ങയും മോളെടുത്തോ എന്ന് പറയും. അങ്ങനെ ആ കുടുംബമായിട്ട് നല്ല അടുപ്പം വന്നു. മാഡം, ട്യൂഷൻ കഴിഞ്ഞിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവിടെ ഇരിക്കും. വൈകിട്ട് 8 മണിയോടുകൂടി എല്ലാ ട്യൂഷനും പുള്ളിക്കാരി ഡിസ്പേഴ്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അരമണിക്കൂർ കൂടി എന്നോട് അവിടെ ഇരിക്കാൻ പറയും. ആ സമയത്ത് പുള്ളിക്കാരുടെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്. അത് അടുക്കി പറക്കി വെക്കുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാറ്റിയിടുക, പിന്നെ ചില കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക. അതിലൊക്കെ എൻ്റെ സഹായം ആവശ്യപ്പെടും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങുന്നത്. എൻ്റെ ട്യൂഷൻ ടീച്ചറാണ്. പക്ഷേ എന്നാലും എൻ്റെ അമ്മയുമായിട്ടുള്ള സൗഹൃദം മൂലം ഇടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എന്നെ വിളിക്കും, ചേച്ചി അവനെ ഒന്ന് എൻ്റെ കൂടെ വിടാമോന്ന്. അതെന്താ മോളെ, നീ വേണ്ടയിടത്തൊക്കെ അവനെ വിളിച്ചുകൊണ്ട് പോകൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള സ്കൂട്ടിയിലെ പോക്കും വരവും ഞങ്ങളുടെ നാട്ടിൽ ഒരു ചർച്ചാ വിഷയമായി. പലരും രഹസ്യമായി മുറുമുറുത്തു. എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, നിനക്കെന്താ ടീച്ചറുമായിട്ടൊക്കെ ഇത്ര അടുപ്പം? എത്രയോ പേരോടെ പഠിക്കാൻ വരുന്നതാണ്, അവരാരും കൂട്ടിന് വിളിക്കുന്നില്ലല്ലോ, നിന്നെ മാത്രമാണല്ലോ കൂട്ടിന് വിളിക്കുന്നത് എന്ന് ചോദിക്കും. ഞാനപ്പോൾ പറയും, അത് അമ്മയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും. എങ്കിലും അതിൻ്റെ പേരിൽ ചിലരെന്നെ കളിയാക്കും. അസൂയ കൊണ്ടാണെന്ന് എനിക്കറിയാം. +1 ഒക്കെ ആയപ്പോഴേക്കും പകൽ സമയത്ത് അവധി ദിവസങ്ങളിലും ഞങ്ങൾ പല സ്ഥലത്തും പോകാൻ തുടങ്ങി. പ്രത്യേകിച്ച് അമ്പലങ്ങൾ, ഷോപ്പിങ്, ഇങ്ങനെയൊക്കെ എന്നെ വിളിക്കും. ഞാനും കൂടെ പോകും. ഒരു സ്കൂട്ടിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹെൽമെറ്റ് വെച്ച് ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ അകന്നിരിക്കുന്നത്, ഇത്തിരി മുന്നോട്ടുകൂടി കയറിയിരിക്കെ, ഇല്ലെങ്കിൽ എനിക്ക് ബാലൻസ് കിട്ടില്ല എന്ന് പറയും. ഞാൻ പറയാം, വേണ്ട ചേച്ചി എന്ന്. അതെന്താടാ നീ മുന്നോട്ട് നീങ്ങിയിരിക്കാത്തത്, ശരിക്കും ചേർന്നിരിക്കുക. അല്ല ചേച്ചി, അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ചേച്ചി എനിക്ക് കെട്ടിപ്പിടിക്കേണ്ടി വരും. അതിനെന്താ, നീ കെട്ടിപ്പിടിച്ചോ, ഒരു പ്രശ്നവുമില്ല, ചേർന്നിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ആളുകളൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്. 10ാം ക്ലാസ് വെച്ച് എന്ത് പറഞ്ഞാണ് കളിയാക്കുന്നത്? അല്ല ചേച്ചിയാണെങ്കിൽ
ഭയങ്കര സുന്ദരിയാണ്. ചേച്ചി എന്നെ മാത്രം എന്തിനാണ് സെലക്ട് ചെയ്തത്, എന്നെ മാത്രം എന്താ കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും ഓരോന്നൊക്കെ പറയുകയും ചെയ്തെന്ന്. ഓ, അങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് സംസാരമുണ്ടോ? നാട്ടുകാരൊക്കെ, നിൻ്റെ കൂട്ടുകാരൊക്കെ എന്നെക്കുറിച്ച് എന്താ പറയുക? ഞാൻ പറഞ്ഞു ചേച്ചി ഭയങ്കര സുന്ദരിയാണ്. പിന്നെ ചിലർ പറയാറുണ്ട് ടീച്ചറിന് മുടി കൊള്ളാം, പിന്നെ ദേഹം കൊള്ളാം. ആഹാ, ദേഹം കൊള്ളാം എന്നൊക്കെ പറയുമോ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞത്, എനിക്കത് ചേച്ചിട്ട് പറയാൻ മടിയാണെന്നും. നീ പറയടാ എന്താ അവർ പറഞ്ഞതെന്ന് ഒത്തിരി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബമ്പറിനെ പറ്റിയും ബോണറ്റിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്. നിറത്തെ പറ്റിയും ചുണ്ട്, പല്ല്, മൂക്ക്, കണ്ണ്, ഇങ്ങനെ പല ഭാഗങ്ങളെ പറ്റിയിട്ടും ആളുകൾ പറയാറുണ്ടെന്നും. എത്ര വയസ്സുള്ളവർ തൊട്ടാ പറയുന്നത്? എൻ്റെ കൂട്ടുകാർ തൊട്ടെന്ന് പറയുമ്പോഴേക്കും അമ്പടാ കൊള്ളാവല്ലോ, നിങ്ങൾക്ക് ഇതൊക്കെയാണോ ചർച്ച? എന്നെക്കുറിച്ച് മാത്രമാണോ പറയുക, അതോ മറ്റു പെണ്ണുങ്ങളെക്കുറിച്ച് പറയുമോ? ഞാൻ പറഞ്ഞു സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ പറ്റിയൊക്കെ പറയും, എന്നാലും ഇവിടെ ഇപ്പം ടീച്ചറെ പറ്റിയിട്ടാണ് കൂടുതൽ പറഞ്ഞതെന്ന്. എല്ലാം കണക്കാണ്, നീയും കണക്കാ. ഇപ്പോൾ ഒട്ടിപ്പിടിച്ച് ചേർന്നിരിക്കാൻ പറഞ്ഞത് എനിക്ക് പാരയായി മാറുമോ? ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ ഇരുത്താൻ. ഓ, നീ എപ്പോഴേക്കും പിണങ്ങിയോ? നീ ചേർന്നിരുന്നോ? ഒരു പ്രശ്നവുമില്ല, എന്നെ കെട്ടിപ്പിടിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നിന്നോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളതുണ്ടല്ലേ. ഞാൻ നിന്നെ വിളിക്കുന്നത്, മറ്റുള്ളവരെ വിളിക്കുന്നത് എൻ്റെ അമ്മായിമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല. നിന്നെ വിളിക്കുന്നത് അത്ര ഇഷ്ടമല്ല, എങ്കിലും നിൻ്റെ അമ്മയും നിൻ്റെ അച്ഛനോടൊക്കെ ഒരു ബഹുമാനമുണ്ട്. നിൻ്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അതുകൊണ്ട് ഒരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അവിടെയാണെങ്കിൽ കുഴപ്പമില്ല, ആ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, മറ്റു വീട്ടിലെ കുട്ടികളെയൊന്നും വിളിച്ചോണ്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ വീട്ടുകാരോട് എൻ്റെ വീട്ടുകാർക്ക് പ്രത്യേക ഒരു അടുപ്പമുണ്ട്, ഹസ്ബൻഡിന് കുഴപ്പമില്ല, അപ്പം എനിക്ക് പ്രശ്നമില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചോണ്ട് ഞാൻ പോകുന്നത്. മറ്റാരെങ്കിലും ആണെങ്കിൽ ഹസ്ബൻഡ് പോലെ ഇഷ്ടമല്ലടാ, അതുകൊണ്ടാണേ എന്ന് പറഞ്ഞു. ഓ, അപ്പം ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടാണ് ചേച്ചി എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ നീ പറയരുത്, കാര്യം നിന്നെ സെലക്ട് ചെയ്തത് ഞാനാണ്. എനിക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നി, അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അവൻ എങ്ങനെയുണ്ട്, അവനെ വിളിച്ചോണ്ട് പോയാൽ കൊള്ളാമോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കേ എന്ന്. പിന്നെ മറ്റൊരാളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് സമ്മതിച്ചില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ തന്നെ നിന്നെ തിരഞ്ഞെടുത്താണ്. എനിക്ക് നിന്നോട് തോന്നിയ ഇഷ്ടത്തിൻ്റെ പേരിലാണ് ഞാൻ വിളിച്ചത്. പിന്നെ ഹസ്ബൻഡിൻ്റെ സമ്മതം വേണമായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയിടാം, എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റാണ്. പുറത്ത് നമ്മൾ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കുക. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കല്ലേ അറിയൂ എൻ്റെ കള്ള എന്നൊക്കെ പറഞ്ഞു. അവരുടെ പുറകിൽ ചേർന്നിരിക്കുമ്പോൾ അവരുടെ മുടിയിഴകൾക്ക് ഒരു പ്രത്യേക സുഗന്ധമാണ്. അവരുടെ ദേഹത്തു നിന്നും നല്ല സൗരഭവുമാണ് എപ്പോഴും. അതുമാത്രമല്ല, അവർ എന്ത് വൃത്തിയായും മെനയായുമാണ് ദേഹം പരിപാലിക്കുന്നത്. വസ്ത്രങ്ങളിൽ നിന്ന് വരുന്ന സൗരഭം പോലും അതിമനോഹരം. ഇത്രയും സുന്ദരിയും വൃത്തിയുമുള്ളൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേയില്ല. അവരുടെ കാൽപാദങ്ങൾ പൂ പോലെയാണ്, കൈവിരലുകൾ വളരെ മൃദുവാണ്. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ഒത്തിരി സമയം മാറ്റിവെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുമാത്രമല്ല മാഡം, പല്ലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയ്ക്കും നീറ്റും നല്ല വൃത്തിയുമാണ്. ഇത്രയും മനോഹരമായി ജീവിക്കുന്നൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. എൻ്റെ അമ്മയോ എൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ ഒന്നും ഇങ്ങനൊരു ജീവിതശൈലി പിന്തുടരുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാതൃകയാക്കാവുന്ന എല്ലാ പുരുഷന്മാരെയും കാന്തവലയത്തിലാക്കുന്ന ഒരു കാന്തമ്മയാണ് അവരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ ഞങ്ങളുടെ വീടിനടുത്തൂടി ഒരു കൈത്തോട് ഒഴുകുന്നുണ്ട്. അത് വറ്റി വരണ്ടു പോകും. പക്ഷേ പിന്നീട് കനാലിൽ വെള്ളം തുറന്നു വിടുമ്പോഴേക്കും അവിടെ കൂടെ നല്ല വെള്ളം വരും. ആ സമയത്ത് കുളിക്കാൻ വേണ്ടി എല്ലാവരും പോകാറുണ്ട്. പല പല കടവുകളും ഉണ്ട്. ഓരോ വീട്ടുകാർക്കും ഓരോ കടവാണ്. അവർക്ക് തോട്ടിൽ കുളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇത്തിരി സന്ധ്യ മങ്ങുമ്പോഴേ പോവുകയുള്ളൂ. ആ സമയത്ത് കൂട്ടിന് ഞാനാണ് പോകുന്നത്. അവിടെ വലിയൊരു പാറക്കല്ലുണ്ട്, അതിൽ കയറി ഞാനിരിക്കും. എനിക്കാണെങ്കിൽ വൈകിട്ട് കുളിച്ചു കഴിഞ്ഞാൽ തുമ്മലും ജലദോഷമൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് കുളിക്കാറില്ല. ഞാൻ പുള്ളിക്കാരിക്ക് കാവലായിട്ട് പോകുന്നതാണ്. പാവാട കഴുത്തിന് താഴെ കെട്ടി അവർ കുളിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും. ഞാൻ ചോദിക്കും എന്താ നോക്കുന്നതെന്ന്. നീ എന്നത്തിനും നോക്കിയിരിക്കുകയാണല്ലോ. ഞാൻ പറയും ഞാൻ ടീച്ചറെ നോക്കിയല്ല, ഒഴുകുന്ന വെള്ളം നോക്കിയിരിക്കുകയാണെന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളം കുറേ ഒഴുകും എന്നൊക്കെ പറയും. ആ സമയത്ത് പുള്ളിക്കാരുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു. ഞാനും ഊറിച്ചിരിക്കും. എന്തോ അവർക്ക് സാധാരണയിൽ കവിഞ്ഞ ഒരു താല്പര്യം എന്നോടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരുടെ ഭർത്താവ് അത്ര സൗന്ദര്യമുള്ളവനല്ല. എന്നോടൊരു ദിവസം പുള്ളിക്കാരൻ
പുള്ളിക്കാരി താരതമ്യം ചെയ്ത പോലെ സംസാരിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാലേ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ പ്രതീക്ഷിച്ച സൗന്ദര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നാളെ നോക്കി കല്യാണം കഴിച്ചതാണ്. നീ വലുതായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിച്ചിനി, നീ എനിക്ക് ചേർന്ന ജോഡിയാ എന്നൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് പറയും, ആ അത് തമാശയ്ക്ക് ഞാൻ പറഞ്ഞതല്ലേ എന്നിങ്ങോട്ട് പറയും. ഞാനൊന്നും മിണ്ടില്ല. എങ്കിലും പറഞ്ഞതിനെ സാധൂകരിക്കാൻ വേണ്ടി പുള്ളിക്കാരി അങ്ങനെ പറയുകയും ചെയ്യും. ഞാനൊരു കൊച്ചു പയ്യനല്ലേ, തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറയുന്നത്. അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു, നീ സ്കൂട്ടറും ബൈക്കും എല്ലാം പഠിക്കണം. 18 വയസ്സ് തികയുമ്പോഴേക്കും ലൈസൻസ് എടുക്കാതെ പറഞ്ഞു. അവരാണ് എനിക്ക് വേണ്ട പ്രാക്ടീസൊക്കെ തന്നത്. അവരുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് ബൈക്കൊക്കെ ഓടിക്കാനും പഠിപ്പിച്ചു മാഡം. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമായി പോവുകയായിരുന്നു. ഇടയ്ക്കൊരു ദിവസം തോട്ടിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാണ് 18 വയസ്സാകുന്നത്? ഞാൻ ചോദിച്ചു, എന്താ? അല്ല എപ്പോഴാണ്? ഞാൻ പറഞ്ഞതിൽ 3-4 മാസം കൊണ്ടുണ്ട്. അന്ന് നമുക്ക് ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം. ഇപ്പോൾ നീ എൻ്റെ മുടി ഒന്ന് തോർത്തി തരാൻ പറഞ്ഞു. ഞാൻ മുടി തോർത്തി കൊടുത്തു. ആ സമയത്ത് എൻ്റെ കൈകൾ എവിടെയോ ഒന്ന് കൊണ്ടു. അവർ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നോട് സംസാരിച്ചപ്പോഴാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയാണ്, നീ മനഃപൂർവ്വം അല്ലടായി കാണിച്ചതും. ഞാൻ പറഞ്ഞു, മനഃപൂർവ്വം അല്ല, ടീച്ചറോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് തിരിയാന്ന്? എടാ നീയേ പ്രായപൂർത്തിയാകുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അതിനിപ്പം 18 വയസ്സൊന്നും ആകണമെന്നില്ല, പണ്ട് ഞാൻ പ്രായപൂർത്തിയായതാണെന്ന്. അഹങ്കാരി ചെക്കൻ, എനിക്കറിയാടാ നീ 10ാം ക്ലാസ്സിലെ പ്രായപൂർത്തിയായതാണെന്ന്. നിന്നെ ഞാൻ അടിമുടി ശ്രദ്ധിക്കുകയല്ലേ. എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് എല്ലാവരേക്കാളും ഇത്തിരി എന്തൊക്കെയോ നിനക്ക് കൂടുതലുണ്ടെന്ന്. എന്താ അങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഞാൻ പറയാം, 18 വയസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു, അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്തല്ലേ വയസ്സ് ഇത്രയും ആകാതെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ മോനെ, വലിയ പ്രശ്നമാകും. അതുകൊണ്ട് പുള്ളിക്കാരി കാത്തിരിക്കുക, നിനക്ക് പ്രതീക്ഷിക്കാൻ ഒത്തിരിയുണ്ട്. ആ നാട്ടിലുള്ള പലരും മോഹിച്ചത് നിനക്കായിരിക്കും ഭാഗ്യമുണ്ടാകുക എന്നൊക്കെ അവൻ പറഞ്ഞ് കളിയാക്കും. ഞാൻ പറയാം, അങ്ങനൊന്നുമില്ല, പുള്ളിക്കാരിക്ക് എന്നോട് വളരെ വാത്സല്യം വേണം. ആ വാത്സല്യം ഇത്തിരി കഴിയുമ്പോഴേക്കും വേറെ ഒരു രീതിയിലേക്കാകും എന്ന് പറയും. എന്തായാലും 18 വയസ്സിന് എനിക്കവർ നല്ലൊരു ഗിഫ്റ്റ് തന്നു, അതും സ്വർണം. എന്നോട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിൻ്റെ കയ്യിലിത് എന്നും വേണം. അല്ല ഞാൻ വളർന്നു വരികയാണല്ലോ, കൈവേലുകൾ അങ്ങ് വലുതായി കഴിഞ്ഞ് എന്ത് ചെയ്യും? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അപ്പം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വേറെ നിനക്ക് വാങ്ങിച്ചു തരാം. ഇതിനിടയ്ക്ക് ആരോ ഞങ്ങൾ നിൽക്കുമ്പോൾ, എന്താ ഭർത്താവ് വന്നിട്ടും മോളെ വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിച്ചു. അതോടുകൂടി പുള്ളിക്കാരുടെ മുഖം അങ്ങ് ഇരുണ്ടു. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുന്നിൽ വെച്ച് അവർ കേൾക്കാതെ ഓരോന്ന് പറഞ്ഞു, ഈ തള്ളയ്ക്കൊന്നും വേറെ പണിയില്ലയോന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ പുള്ളിക്കാരൻ വന്നിട്ട് കുട്ടികളുണ്ടാകാഞ്ഞെന്ന്. ഞാനെങ്ങനെ അറിയും? അതൊക്കെ എനിക്കറിയാത്ത കാര്യമാണ്. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ. മനുഷ്യൻ പുറമേ ഓരോന്ന് പെരുമാറുന്നു, ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കറിയാം? നീ ബയോളജി പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പഠിച്ചിട്ടുണ്ട്. ഉള്ളിൽ എന്തൊക്കെ ബയോളജിക്കൽ ആക്ഷൻസ് നടക്കുന്നത് നമുക്കറിയില്ലല്ലോ, ഒന്നും നമ്മുടെ കയ്യിലല്ല. ഇനി വരട്ടെ, നോക്കാം. അതിനെനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പുള്ളി ഇങ്ങനെ 1.5 വർഷം 2 വർഷം കുടിക്കുമ്പോൾ വരുന്നതുകൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് പുള്ളിക്കാരി PSC ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. എന്തൊരു കാര്യത്തിന് ട്രിവാൻഡ്രം വരെ പോണ ഒരു പേപ്പർ ശരിയാക്കാനുണ്ട് എന്നോട് പറഞ്ഞു. ഞാനും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും ദൂരം അമ്മ വിടുമെന്നറിയില്ലെന്ന്. അമ്മയോട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് അമ്മയോട് വന്ന് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് പോകണം, അതേപോലെ ഒരു ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ, അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ താമസിക്കും, എൻ്റെ കുഞ്ഞമ്മ അവിടെ സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം പറഞ്ഞു, അതിനെന്താ അവനെ വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അവിടെ ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഒരു 5 മണിയായപ്പോൾ ഫ്രീ ആയി. ഞങ്ങൾ കോവളത്തും ശംഖുമുഖത്തും ഒക്കെ പോയി മാഡം. അതിലൊക്കെ പൈസ ചിലവാക്കാൻ പുള്ളിക്കാരിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. കൂട്ടുകാരുടെ കാറും എടുത്താണ് എന്നെയും കൊണ്ട് പോയത്. പുള്ളിക്കാരിയാണ് ഉടനീളം ഡ്രൈവ് ചെയ്തത്. യാതൊരു ക്ഷീണമോ പേടിയോ മടിയോ ഒന്നുമില്ല. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, അല്ല നമുക്ക് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണ്ടേന്ന്. അപ്പോൾ പുള്ളിക്കാരി പൊട്ടിച്ചിരിച്ചു. കുഞ്ഞമ്മയില്ല, അന്നമ്മയില്ല, കാര്യം എനിക്കങ്ങനെ ആരും ട്രിവാൻഡ്രത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ എന്താ ഉദ്ദേശിച്ചത്? എടാ പൊട്ടാ, അംഗവും കാണാം താളി ഒടിക്കാൻ നീ കേട്ടിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, കേട്ടിട്ടുണ്ട്, ഇവിടെ എന്തോ അംഗം കഴിഞ്ഞില്ല, ഇനി താളി ഒടിക്കണമെന്ന്. അപ്പം പറഞ്ഞു, താളി ഒടിച്ചു, പക്ഷേ ഇനിയാണ് അംഗം നടത്തേണ്ടത് എന്ന് പറഞ്ഞ് എന്നെ നുള്ളി. ഞാൻ ചോദിച്ചു, എന്താ എനിക്ക് മനസ്സിലായില്ല. എല്ലാം നിനക്ക് മനസ്സിലാകും, നിനക്ക് മുകളിലേക്ക് റോക്കറ്റ് വിടുന്നതിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ അത് ലോഞ്ച് ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി ഒന്നും അറിയില്ല. ഇനിയും നിനക്ക്
പല പര്യവേഷണ രഹസ്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ഒരു ഹോട്ടലാണ് താമസിക്കുക. അയ്യോ, നമ്മൾ രണ്ടിനോട് താമസിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ? എന്ത് പ്രശ്നം? നിനക്ക് 18 വയസ്സായില്ലേ? ആയി, എനിക്കും പ്രായപൂർത്തിയായി, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നല്ലൊരു ഹോട്ടൽ ബുക്ക് ചെയ്ത് മാഡം, ഓൺലൈനിൽ കൂടാണ്, ഒരു പ്രശ്നവുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹാർദവുമായി സ്വാഗതം ചെയ്ത് ഞങ്ങൾ അതിനകത്തേക്ക് കയറിപ്പോയി. നല്ല പോഷ് റൂം, പോഷ് ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വല്ലാതെയായി. കാര്യം എവിടെയാണ് കിടക്കുക? ഞാൻ പറഞ്ഞു ഞാൻ ഈ സോഫയിൽ കിടന്നോളാന്ന്. സോഫയിൽ കിടക്കാനല്ല നിന്നിവിടെ കൊണ്ടുവന്നത്. ദേ, എനിക്കിവിടെ തനിച്ച് കിടക്കാൻ പറ്റില്ല. അതിനും ചേച്ചി തനിച്ചല്ല വീട്ടിൽ കിടക്കുന്നത്, ഹസ്ബൻഡ് വല്ലപ്പോഴല്ലേ വരികയുള്ളൂ. ഇപ്പം എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്കും ഇത്തിരി പേടിയുണ്ട്. ഇതൊരു അപരിചിതമായ പ്ലേസ് അല്ലേ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ടീച്ചർ പിടിച്ചു വലിച്ചത് എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് വല്ലാതായി. അപ്പോൾ പുള്ളിക്കാരി എന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ടുണ്ട് പറഞ്ഞു, ഞാൻ എന്തിനാ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുവന്നേന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഒരു സാഹചര്യം ഒപ്പിച്ചെടുക്കുക. നിനക്ക് ആദ്യമായി എന്നെ ഒന്ന് സ്നേഹിക്കാനുള്ള അവസരം എനിക്കുണ്ടാക്കി തരണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനു മുമ്പേ എനിക്കതാകാമായിരുന്നു. എങ്കിലും നിനക്കും എന്നോട് താല്പര്യമുണ്ട്. അതേപോലെ പ്രായപൂർത്തി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലും എത്തണ്ടേ? അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് പരസ്പര സമ്മതത്തോടുകൂടി എന്തുമാകാം. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഞാൻ ചോദിച്ചു, ടീച്ചർ കല്യാണം കഴിച്ചതല്ലേ? ഹസ്ബൻഡില്ലേ? കല്യാണം കഴിച്ചു, ഹസ്ബൻഡുണ്ട്. അതൊക്കെ യഥാർത്ഥം മാത്രമാണ്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടത് മറ്റു ചിലരിൽ നിന്നാകും നമുക്ക് ലഭിക്കുക. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിൻ്റെ കൂട്ടത്തിൽ എത്രയോ പെണ്ണുങ്ങളുണ്ട്. അവരോട് നിനക്ക് പ്രേമം തോന്നിക്കാണും. എന്നാലും എന്നോടല്ലേടാ നിനക്ക് പ്രേമം കൂടുതൽ എന്ന് പറഞ്ഞ് അവർ ഒരു മുത്തം തന്നു. അതിൻ്റെ കൂട്ടത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്തു. എനിക്ക് ആ കൂടി വല്ലാത്ത അവസ്ഥയായി. നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇപ്പോൾ ഇത്തിരി രൗദ്രഭാവം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത്തിരി കഴിഞ്ഞാൽ ഞാൻ ശാന്തസ്വരൂപിണിയാകും. ശാന്തമായി തുടങ്ങി അലയടിച്ച് നമുക്ക് രൗദ്രഭാവത്തിലാകാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഇങ്ങനെ മുകളിലേക്ക് പരിവേഷണം നടത്തിയാൽ പോരാ. നീ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. എങ്കിൽ നീ ആ വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. ടീച്ചറെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഞാനല്ലേ ഗ്യാരണ്ടി. നീ ആരോടും പറയരുത്. എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. അവരെന്നെ തെരുതെരാ ചുംബിച്ചു. അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, ഇന്ന് മോൻ പോയി എല്ലാം നല്ല രീതിയിൽ ഒരു സോപ്പ് തീരുന്നത് വരെ കുളിച്ച് വരണം. ഞാൻ ചോദിച്ചു, എന്തിനാ ഒരു സോപ്പ് തീരുന്നത് വരെ? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നന്നായി വൃത്തിയായിട്ട് വാടാ പയ്യ, എങ്കിലല്ലേ ഉള്ളൂ. ഞാൻ ആദ്യം കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നീ പോയി നന്നായിട്ട് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി വട്ടം തിരിച്ചു. എനിക്ക് മനസ്സിലായി ഏത് ഏരിയയാണ് സോപ്പ് എന്നുദ്ദേശിച്ചതെന്ന്. എന്തായാലും അവർ പറഞ്ഞതുപോലെ വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്തായാലും നിൻ്റെ വൃത്തിയൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന്. അത് കഴിഞ്ഞ ശേഷം അവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം പറഞ്ഞു, ഇനിയിപ്പോൾ നീ ഒന്നും മിണ്ടണ്ട, കണ്ണടച്ച് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെറുപ്പക്കാരനല്ലേ, വൃത്തി കുറവാകുമെന്ന് അവർക്ക് സംശയം കാണുമായിരിക്കാം. അവർ വൃത്തിയുടെ ആശാട്ടിയല്ലേ. പക്ഷേ അവരെക്കാൾ വൃത്തി എനിക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉയർന്നു താഴ്ന്ന തിരമാലകൾ പോലെ അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. അവരുടെ തലയാട്ടം എനിക്ക് എതിർക്കണമെന്നുണ്ടായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു, എനിക്ക് നിന്നെയാണ് ഇഷ്ടം. എനിക്ക് വളരെ ആഗ്രഹമുള്ള കാര്യമായിരുന്നു പണ്ട് തൊട്ടേ വീഡിയോ കാണുമ്പോൾ. പക്ഷേ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒത്തുപോകില്ല. എത്ര പറഞ്ഞിട്ടും എനിക്ക് വേണ്ട വിധത്തിൽ അയാൾക്ക് ഒരു സ്യൂട്ടബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്നും എതിർക്കരുത്, നിൻ്റെ ടെൻഷൻ മാറിക്കിട്ടും. നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീ റെഡിയാകും. നീയാണ് വീരശൂര പരാക്രമി. നിന്നെ ഞാൻ തട്ടിൽ കയറ്റാനുള്ള പരിശീലനം നടത്തുകയാണെന്ന് മാത്രം നീ വിശ്വസിച്ചാൽ മതി കുട്ട എന്ന് പറഞ്ഞു. ഒരു പരിധിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്കിൽ ഓക്കെ, എങ്കിൽ നിനക്ക് 10 മിനിറ്റ് ഞാൻ വിശ്രമം തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു നിന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ചെന്തെങ്ങിൻ കരിക്കിൻ കുലകൾ ആടുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കരിക്കിൻ കുലകൾ മൂപ്പുണ്ടോ നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് യഥാസ്ഥാനത്തേക്ക് എൻ്റെ കൈകൾ കൊണ്ട് അവർ ട്രെയിനിങ് തന്നു. എല്ലാം അതിൻ്റെ പ്രോപ്പർ ദിശയിൽ വരികയായിരുന്നു. ഞാൻ ശരിക്കും അവർ പറഞ്ഞത് അനുസരിച്ചു. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളും
പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് വന്ന ഒരു രാത്രിയായിരുന്നു അത്. അവർ എന്നോട് പറഞ്ഞു, ഒരു ഭയാശങ്കകൾ വേണ്ട, ഇപ്പോൾ എനിക്ക് സേഫായുള്ള ദിവസങ്ങളാണ്, അതുകൊണ്ട് നീ ഒന്നും ചിന്തിക്കേണ്ട, ഒരു പ്രശ്നമുണ്ടാകില്ല. മോന് അറിയാവുന്നതും അറിയാത്തതും എല്ലാം നമ്മൾ ഇന്ന് ട്യൂഷൻ എടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ട്യൂഷനല്ലായിരുന്നു, PhD പഠിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അന്ന് രാത്രിയിൽ ഒത്തിരി ലെസൺസ് ഒന്നിച്ച് പഠിച്ച് തീർത്തു. പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പല അവസരങ്ങളും ഉണ്ടാക്കി. ഭർത്താവ് അറിയാതെ ഞങ്ങൾ പല സ്ഥലത്തും കറങ്ങി നടക്കാൻ തുടങ്ങി മാഡം. ഒത്തിരി അനുഭവങ്ങളും ഉണ്ടായി. എല്ലാ സമയത്തും അവർ പറയും സേഫ് സിറ്റുവേഷനാണ്, ഒന്നും നോക്കണ്ടെന്ന്. പക്ഷേ അതിനിടയ്ക്ക് ഒരു വട്ടം അബദ്ധം പറ്റി. എന്നോട് വന്ന് പറഞ്ഞു, അയ്യോ ഇങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചല്ല, എന്തെവിടെന്ന് അറിയില്ല മോനെ, അയ്യോ ഇത് അബദ്ധം പറ്റില്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് എനിക്ക് മാനേജ് ചെയ്യാൻ അറിയില്ലെന്ന്. പിന്നെ പറഞ്ഞു നീ പേടിക്കണ്ട, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കണ്ണൂരാണ് ജോലി ചെയ്യുന്നത്, മെഡിക്കൽ ഫീൽഡാണ് എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂർ വരെ പോയി മാഡം, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമതും ഇതേപോലെ അവർ പറഞ്ഞിട്ട് മുന്നോട്ട് പോയി, ഒരു അബദ്ധം പറ്റി. അന്ന് പക്ഷേ ഗുളിക കൊടുത്ത് ഓക്കെയായി. രണ്ടെണ്ണമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ആ പുള്ളിക്കാരി പറയാം, ആ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും കാര്യങ്ങൾ നമ്മളെ വിട്ടു പിരിയാൻ പറ്റില്ല, എനിക്കും എൻ്റെ ഭർത്താവിന് വേണ്ട, നിന്നെ മതി. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം, പ്രായവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞവർ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ കുറേ നാളായിട്ട് അവർക്ക് യാതൊരു കൂസലുമില്ല. പറയുമ്പോൾ ചെല്ലണം, ഇല്ലെങ്കിൽ വഴക്കുണ്ടാക്കും. എനിക്കും അവരെ പിരിയാൻ പറ്റില്ല മാഡം. മുന്നും പിന്നും നോക്കാതെയുള്ള പോക്കാണ്. എൻ്റെ അമ്മയ്ക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും ഇതറിയുകയില്ല. ടീച്ചർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, എടാ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ സക്സസ് ആണ്. അങ്ങേര് വന്നിട്ട് പോയിട്ടും ഒരു ഗുണവുമില്ല. ഒരു കുട്ടി ഉണ്ടാണെങ്കിൽ അയാളുമായി മുന്നോട്ട് പോയാൽ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ ഇനിയിപ്പോൾ, അല്ലെങ്കിൽ നിന്നെ റിസ്ക് ഉണ്ടാക്കാതിരിക്കാൻ അയാൾ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ദിവസം റിസ്ക് എടുത്ത് നമുക്ക് പുറത്തു പോകാം. ആ സമയത്ത് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വളർത്തി അയാളുടെ കൂടെ ഞാൻ ജീവിച്ച് നിന്നെയുമായി മുന്നോട്ട് പോകാം. പക്ഷേ നീ വേറൊരു കല്യാണമൊന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ സെൻറ്റിമെൻറ്റ്സ് ഇറക്കുകയാണ്. ഇതൊക്കെ എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല മാഡം. ഇതിൻ്റെ ഗതിവേദികൾ നമുക്കും അറിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവിഹിതമായൊരു ബന്ധം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടീഷൻസ് ഒക്കെ വേണം. അതായത് ആർക്കും ദ്രോഹം ചെയ്യാതെ, ആരും അറിയാതെ രഹസ്യമായിട്ട് പോകുന്നു. ആവശ്യത്തിൽ കൂടുതലുള്ള പോസസീവ്നെസ്സും ആ ബന്ധം തകർത്തിട്ട് ഇങ്ങോട്ട് വരാം, ഈ ബന്ധം തകർത്തിട്ട് അങ്ങോട്ട് പോകാം, അനാവശ്യമായ കളത്തരങ്ങൾ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് വെയിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാകും വരിക. നമ്മളിപ്പോൾ ദിവസവും പത്രത്തിലും ടി വിയിലൊക്കെ കാണുന്നത് എന്താണ്? പ്രശ്നങ്ങൾ മാത്രമാണ്. എന്തെല്ലാം ദുരന്തങ്ങളാണ് കാണുന്നത്. അത് കണ്ടിട്ടും ഈ ഒരു പ്രായത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഒരു ബന്ധം തുടങ്ങുമ്പോൾ അത് ഓക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ന്യായീകരിക്കാം, പോട്ടെ ആരും അറിയുന്നില്ല, ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ ഇത്രയും റിസ്ക് എടുത്ത് 2 വട്ടം കയ്യബദ്ധം സംഭവിച്ച് അത് കഴിഞ്ഞിട്ട് പറയുന്നു ഭർത്താവ് വന്നാൽ ഓക്കെ ആയി നിൽക്കാം, ഭർത്താവ് പോയി കഴിയുമ്പോഴേക്കും ഇല്ല നിൻ്റെ കൂടെ വരുന്നു, നിന്നെ കല്യാണം കഴിക്കാൻ, നീ വേറെ കല്യാണം കഴിക്കരുത്, അല്ലെങ്കിൽ ഭർത്താവ് ഉള്ളപ്പോൾ നമുക്ക് റിസ്ക് എടുത്ത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വളർത്താം എന്നൊക്കെ പറയുമ്പോഴേക്കും എത്ര വലിയ കള്ളത്തരവും എത്ര വലിയ വഞ്ചനയും ഒക്കെ മനസ്സിലുള്ളൊരു സ്ത്രീയാണ്. ശരി സംഭവിച്ചു പോയി, ഒരാളോട് താല്പര്യമുണ്ട് എന്ന് വെച്ചിട്ട് അത് ആർക്കും പ്രശ്നം ഉണ്ടാകാതെ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ടീച്ചറാണ്, നമുക്ക് ന്യായീകരിക്കാമായിരുന്നു. ഇതിപ്പോൾ ഡേഞ്ചറസ് ആയിട്ട് ചിന്തിക്കുന്ന അവരെ ന്യായീകരിക്കാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി നീ നിൻ്റെ കാര്യം നോക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്വയം പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. അല്ലാതെ പിന്നെ പോയെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുക. അവർ ഓവറാകാൻ സമ്മതിക്കരുത്. സമ്മതിച്ചു കഴിഞ്ഞാൽ പോയി.